കോട്ടയത്തെ തോൽവിക്ക് കാരണം മുഖ്യമന്ത്രിയുടെ നിലപാടെന്ന് തുറന്നടിച്ച് തോമസ് ചാഴികാടൻ. നവകേരള സദസ്സിലെ മുഖ്യമന്ത്രിയുടെ വിമർശനം തോൽവിക്ക് ആക്കം കൂട്ടി. ഇന്നലെ ചേർന്ന കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലാണ് ചാഴികാടന്റെ വിമർശനം. ഷിനോ ജസ്റ്റ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഷിനോജ, ചാഴികാടനെ വേദിയിലിരുത്തിക്കൊണ്ട് നവകേരള സദസ്സിന്റെ വേദിയിൽ വെച്ച മുഖ്യമന്ത്രി ഇതെന്തോ പരാതി സ്വീകരിക്കാനുള്ള ഒരു പരിപാടിയാണെന്നൊരു വിചാരം ചിലർക്കുണ്ട് എന്ന തരത്തിൽ വിമർശനം ഉന്നയിച്ചു. അതിൽ അന്നു തന്നെ കേരള കോൺഗ്രസിനുള്ളിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് തോൽവിക്കൊക്കെ ശേഷം വിമർശനം കൂടുതൽ മുനകൂർപ്പിച്ചുന്നയിക്കുകയാണ് ചാഴികാടൻ. തീർച്ചയായും അത് അങ്ങനെ തന്നെ കരുതണം. കാരണം ഇന്നലെ വൈകിട്ട് ചേർന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ തോമസ് ചാഴികാടൻ തുറന്നടിച്ചത്. പാർട്ടി കോട്ടയത്തും അതുപോലെ തന്നെ കേരളത്തിൽ ഉൾപ്പെടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ ഇത്തരത്തിലുള്ള വലിയ തോൽവിക്ക് കാരണം മുഖ്യമന്ത്രിയുടെ നിലപാടുകളാണ് എന്നാണ് തോമസ് ചാഴികാടൻ ഈ യോഗത്തിൽ ഉന്നയിച്ചത്. പ്രത്യേകിച്ച് ഈ നവകേരള സദസ്സിലെ മുഖ്യമന്ത്രിയുടെ തനിക്കെതിരായ വിമർശനം കോട്ടയത്തെ തോൽവിക്ക് ആക്കം കൂട്ടി. മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ VN വാസവൻ LDF സ്ഥാനാർത്ഥിയെ മത്സരിച്ചപ്പോൾ കിട്ടിയ വോട്ട് പോലും ഇത്തവണ കിട്ടിയില്ല എന്നുള്ള വലിയ വിമർശനമാണ് തോമസ് ചാഴികാടൻ ഇന്നലത്തെ യോഗത്തിൽ ഉന്നയിച്ചത്. എന്നാൽ മുഖ്യമന്ത്രിയെ മാത്രം പഴിചാരുന്നത് ശരിയല്ല എന്ന നിലപാടാണ് ജോസ് കെ മാണി ഈ യോഗത്തിൽ ഉന്നയിച്ചത്. ഈ തോൽവിക്ക് കൂട്ടായ ഉത്തരവാദിത്തമുണ്ട്. LDF ഉൾപ്പെടെ ഇതിൽ ഒറ്റക്കെട്ടായാണ് നിൽക്കുന്നത്. അതിനാൽ തന്നെ മുഖ്യമന്ത്രിയെ മാത്രം പഴിചാരുന്നത് ശരിയല്ല എന്ന നിലപാടാണ് ജോസ് കെ മാണി എടുത്തത്. അതേസമയം മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ തന്നെയാണ് ഇത്തരത്തിൽ കേരളത്തിൽ LDF ഈ വലിയ രീതിയിലുള്ള തകർച്ച നേരിടാൻ കാരണമെന്ന നിലപാടാണ് തോമസ് ചാഴികാടൻ ഇന്നലെ യോഗത്തിൽ ഉന്നയിച്ചത്. ശരി, ഷിനോ ജസ്റ്റാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.